ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിക്രമാദിത്യ സിംഹാസനത്തിലെ 19ാമത്തെ പ്രതിമ സുരഭി ഭോജരാജാവിനോട് ഒരു കഥ പറഞ്ഞു. സിംഹാസനത്തിൽ നിന്നും അകന്ന് വിക്രമാദിത്യനും ഭട്ടിയും കാടാറ് മാസം സഞ്ചരിക്കുന്ന കാലം. ഇരുവരും നടന്ന് ഒരു നദിക്കരയിലെത്തി. അവിടെ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അത് പ്രാകൃതമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമായി അവർക്ക് കണ്ടപ്പോൾ തോന്നി. അവിടെ രാജാവോ ഭരണാധികാരികളോ ഉണ്ടായിരുന്നില്ല. വിക്രമാദിത്യനും ഭട്ടിയും ആ നദിക്കരയിൽ കുറച്ചു ദിവസം തങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ് കുറച്ചുപേർ ഒരു മൃതദേഹവും ചുമന്നുകൊണ്ട് ആ വഴി വന്നത്. അതൊരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്ന് വിക്രമാദിത്യന് മനസ്സിലായി. എന്തുപറ്റി? കണ്ടിട്ട് പ്രായം കുറഞ്ഞ ആളാണല്ലോ. ഇവരെങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം ആ മൃതദേഹം ചുമന്നുകൊണ്ടുവരുന്നവരോട് ചോദിച്ചു. അതിലൊരാൾ ക്ഷുഭിതനായാണ് ഉത്തരം പറഞ്ഞത്. താനാരോടോ ഇതൊക്കെ ചോദിക്കാൻ? ഭർത്താവിനെ വഞ്ചിച്ച സ്ത്രീയാണ്. പിടിക്കപ്പെട്ടപ്പോൾ കൊടുത്ത ശിക്ഷയാണിത്. ഇതൊക്കെ ഈ നാട്ടിലെ കാര്യങ്ങളാ. പുറത്തുനിന്നും വന്നവർ ഇതൊന്നും അന്വേഷിക്കണ്ട. പിന്നീട് വിക്രമാദിത്യൻ ഒന്നും പറഞ്ഞില്ല. യഥാവിധി അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ അവർ ആ യുവതിയുടെ ശരീരം നദിക്കരയിൽ ഉപേക്ഷിച്ചു. അപ്പോഴാണ് ആ നദിക്കരയിലേക്ക് മറ്റ് 2 യുവതികൾ വെള്ളമെടുക്കാനായി വന്നത്. നാട്ടുകാരുടെ ആകെയുള്ള ജലസ്രോതസ്സാണ് ആ നദി. നദിക്കരയിലേക്ക് വന്ന സ്ത്രീകൾ അവിടെ കിടക്കുന്ന മൃതദേഹം കണ്ട് ഞെട്ടി. അതിലൊരുവൾ പറഞ്ഞു, ചേച്ചി നോക്കൂ, പാവം, അതിനെ ആരോ തല്ലിക്കൊന്നതാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ അതും. അത് കേട്ട് 2ാമത്തെ യുവതി പറഞ്ഞു, ശരിയാ, പക്ഷെ എന്തു ചെയ്യാനാ? ഈ നാട്ടുകാരുടെ ഇടയിൽ ജീവിക്കാൻ ബുദ്ധി മാത്രം പോരാ, കുറച്ച് കുബുദ്ധി കൂടി വേണം. പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എങ്കിലും കുറച്ച് ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കിയിരുന്നുവെങ്കിൽ ഇവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ചേച്ചി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അനിയത്തിക്ക് മനസ്സിലായില്ല. പക്ഷേ അവൾ തലയാട്ടി. 2 പേരും വെള്ളമെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഈ സംസാരം ശ്രദ്ധിച്ച വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു, ആ പെൺകുട്ടി അത്രയ്ക്ക് മിടുക്കിയാണോ? സംസാരം കേട്ടിട്ട് മിടുക്കിയാണ് എന്ന് തോന്നുന്നു പ്രഭോ. എങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ശ്രമിക്കാവുന്നതാണ്. അറിയാൻ എനിക്കും കൗതുകമുണ്ട്, ഭട്ടി പറഞ്ഞു. എങ്കിൽ അവരാരാണ്, എന്താണ് എന്നൊക്കെ അറിഞ്ഞു വരൂ, എന്നിട്ടാവാം ബാക്കി. വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് ഭട്ടി രഹസ്യമായി അവരെ പിന്തുടർന്നു. നഗരത്തിലെ പ്രസിദ്ധനായ ഒരു വ്യാപാരിയുടെ മക്കളായിരുന്നു അവർ 2 പേരും. മൂത്തവളായ രേണുകയാണ് ബുദ്ധിമതിയായ ആ പെൺകുട്ടി. ഭട്ടി അവരുടെ അച്ഛനെ പരിചയപ്പെട്ടു. താനും സഹോദരനും ദൂരദേശത്തു നിന്നും വരികയാണ് എന്നും കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് എന്നും ഇവിടെ കച്ചവടം നടത്താൻ സഹായിക്കണമെന്നും ഭട്ടി പറഞ്ഞു. അവൻ്റെ വേഷവിധാനങ്ങൾ കണ്ടപ്പോൾ ധനികനാണ് എന്ന് വ്യാപാരിക്ക് മനസ്സിലായി. അവരെ ഒപ്പം ചേർത്താൽ ഇപ്പോഴുണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി ലാഭം കൊയ്യാമെന്ന് അയാൾ കരുതി. ആ, അതിനെന്താ, ഇത് കച്ചവടം നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഏട്ടനെയും കൂട്ടി വേഗം ഇങ്ങോട്ട് പോന്നോളൂ. എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഇവിടെ എൻ്റെ വീട്ടിൽ താമസിക്കാം, വ്യാപാരി പറഞ്ഞു. കയ്യിൽ പണമുണ്ട് എന്ന് അറിഞ്ഞതോടെയാണ് വ്യാപാരിക്ക് ഇത്രയും സ്നേഹമെന്ന് ഭട്ടിക്ക് മനസ്സിലായി. ആ കുടുംബത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞ ശേഷം ഭട്ടി നദിക്കരയിലേക്ക് തിരിച്ചുപോയി. അവൻ വൈകാതെ തന്നെ വിക്രമാദിത്യനെയും കൂട്ടി വ്യാപാരിയുടെ വീട്ടിലേക്ക് താമസം മാറി. അവർ ഒരുമിച്ച് പല കച്ചവടങ്ങളും തുടങ്ങി. വിക്രമാദിത്യൻ്റെ കയ്യിൽ അമൂല്യമായ ചില രത്നങ്ങളും വിശേഷപ്പെട്ട ആഭരണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിപണി കീഴടക്കി. അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപേ വിക്രമാദിത്യനും ഭട്ടിയും വ്യാപാരിയെ കയ്യിലെടുത്തു. ഒരു ദിവസം ഭട്ടി വിക്രമാദിത്യനോട് ചോദിച്ചു, ഏട്ടാ, നമ്മൾ വന്ന കാര്യം ഇതുവരെ പൂർത്തിയായില്ല. ഇനി എന്താണ് പദ്ധതി? പറഞ്ഞാലും. ഇനി നീ ചെന്ന് ആ മൂത്ത പെൺകുട്ടിയെ നിന്റെ ഏട്ടനായ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വ്യാപാരി അറിയിക്കൂ. അയാൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം, വിക്രമാദിത്യൻ പറഞ്ഞു. അതനുസരിച്ച് ഭട്ടി നേരെ ചെന്ന് വ്യാപാരിയെ കണ്ട് കാര്യം പറഞ്ഞു. അതിനകം തന്നെ വ്യാപാരിക്ക് 2 പേരെയും വിശ്വാസമായിരുന്നു. പണക്കാരനായ ഒരു മരുമകനെ കിട്ടുന്നതിലും അയാൾക്ക് സന്തോഷം തന്നെയായിരുന്നു. അയാൾ അപ്പോൾ തന്നെ സമ്മതം മൂളി. പക്ഷേ വ്യാപാരിയുടെ മകളായ രേണുകയ്ക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൾക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു. തുണികൾ അലക്കി ജീവിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയുടെ മകനായിരുന്നു അയാൾ. അയാളുമായി തൻ്റെ വിവാഹം നടത്തിത്തരണമെന്ന് അവൾ അച്ഛനായ വ്യാപാരിയെ അറിയിച്ചു. എന്നാൽ വ്യാപാരി അതിന് തയ്യാറായില്ല. പണക്കാരായ 2 പേർ നിൽക്കുമ്പോൾ
അലക്കുകാരിയുടെ മകനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുക എന്നത് വ്യാപാരിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. രേണുകയുടെ എതിർപ്പുകൾ ഒന്നും വിലപ്പോയില്ല. വളരെ പെട്ടെന്ന് തന്നെ വിക്രമാദിത്യൻ്റെയും രേണുകയുടെയും വിവാഹം നടന്നു. രേണുകയ്ക്ക് ഒരു കാമുകനുണ്ട് എന്ന വിവരം വിക്രമാദിത്യനും ഭട്ടിക്കും അറിയാമായിരുന്നു. അവളുടെ എതിർപ്പുകളെ മറികടന്നാണ് വ്യാപാരി മകളെ വിക്രമാദിത്യന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്നും അവർ മനസ്സിലാക്കിയിരുന്നു. നദിക്കരയിൽ വെച്ച് പറഞ്ഞതുപോലെ ആ പെൺകുട്ടിക്ക് തങ്ങളെ രണ്ടുപേരെയും കബളിപ്പിച്ച് കാമുകനുമായുള്ള ബന്ധം തുടരാൻ കഴിയുമോ എന്നറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. വിക്രമാദിത്യൻ അവളുമായി അടുക്കാനോ സ്നേഹം പങ്കിടാനോ ശ്രമിച്ചില്ല. രേണുകയിൽ നിന്ന് തിരിച്ചും അത്തരമൊരു സമീപനം ഉണ്ടായിരുന്നില്ല. മുറപ്രകാരം വധു വരൻ്റെ നാട്ടിലേക്ക് പോകണം. കുറച്ചു നാളുകൾക്കകം തന്നെ വ്യാപാരങ്ങളെല്ലാം രേണുകയുടെ അച്ഛനെ ഏൽപ്പിച്ച് വിക്രമാദിത്യനും ഭട്ടിയും അവളെയും കൂട്ടി അവിടെ നിന്നും പുറപ്പെട്ടു. വഴിയിലൊരിടത്ത് പൂട്ടിക്കിടക്കുന്ന ഒരു കൂറ്റൻ കോട്ട കണ്ട അവർ അവിടെ നിന്നു. വിക്രമാദിത്യനും ഭട്ടിയും അത്ഭുതത്തോടെ അല്പസമയം ആ കോട്ട നോക്കി നിന്നു. ഇതൊരു കൊട്ടാരം പോലെയുണ്ടല്ലോ, പക്ഷേ വളരെ കാലമായി ആൾതാമസമില്ലാതെ നശിച്ചു കിടക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കൂ, വിക്രമാദിത്യൻ ഭട്ടിയോട് പറഞ്ഞു. വഴിയിൽ കണ്ട ഒരു യാത്രക്കാരനോട് ആ കോട്ട ആരുടേതാണ് എന്ന് ഭട്ടി ചോദിച്ചു. ആഗതരെ രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം അയാൾ ആ കോട്ടയുടെ കഥ പറഞ്ഞു. ഈ നാട് ഇങ്ങനെയാവാൻ ഒരു കാരണമുണ്ട്. പ്രജകളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു രാജാവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെ മെങ്ങും ഐശ്വര്യം കളിയാടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. തൻ്റെ കാലശേഷം ഈ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു. രാജാവിന് വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു തുടങ്ങി. രാജ്യത്ത് അക്രമവും അനീതിയും പടർന്നു പിടിച്ചു. ജനങ്ങൾ പരസ്പരം തമ്മിലടിക്കാനും സ്വത്തുക്കൾക്ക് വേണ്ടി കൊല ചെയ്യാനും വരെ തുടങ്ങി. അതോടെ രാജാവിൻ്റെ സ്വഭാവം മാറി. അദ്ദേഹം ഈ നാടിനെ ശപിച്ചു. അതിനുശേഷം തൻ്റെ ജോലിക്കാരെയെല്ലാം പിരിച്ചുവിട്ട് ഈ കൊട്ടാരം പൂട്ടി ഇവിടെ നിന്നും പോയി. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ മഹാരാജാവിന് മാത്രമേ ഇനി ഈ കൊട്ടാരം തുറക്കാനാവൂ എന്നാണ് അദ്ദേഹം പോകുന്ന വഴി പറഞ്ഞത്. പിന്നീട് ഇവിടെ ഒരു ഭരണാധികാരിയും വന്നിട്ടില്ല. നാട്ടിൽ കവർച്ചയും കൊലയും പീഡനങ്ങളും എല്ലാം ഇപ്പോഴും നടക്കുന്നു. ഭട്ടിയോട് അത്രയും പറഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയോ പെറുപിരുത്തുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ ആ കൊട്ടാരത്തിൻ്റെ പൂട്ടിൽ പിടിച്ചു. പെട്ടെന്ന് തന്നെ ആ പൂട്ട് തുറക്കപ്പെട്ടു. അവർ ആ കോട്ടയ്ക്കകത്തേക്ക് കടന്നു. ഒരു പ്രേതാലയം പോലെ ഉണ്ടായിരുന്ന കോട്ട മുഴുവനും അവർ നടന്നു കണ്ടു. അതിനുശേഷം കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാവുന്നതുവരെ അവിടെ താമസിക്കാമെന്ന് വിക്രമാദിത്യനും ഭട്ടിയും തീരുമാനിച്ചു. അവിടെ ആയുഷ്കാലം മുഴുവനും ജീവിക്കാൻ വേണ്ട ധനവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ധാന്യവുമൊക്കെ ഉണ്ടായിരുന്നു. ആർക്കും പൂട്ട് തുറക്കാൻ പറ്റാത്തതിനാൽ ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. പകൽ മുഴുവൻ രേണുകയെ ആ കോട്ടയ്ക്കുള്ളിൽ പൂട്ടിയിട്ട് രണ്ടുപേരും അകലിൽ നിന്നും വീക്ഷിക്കുമായിരുന്നു. അവളിൽ പ്രത്യേകിച്ചൊരു മാറ്റവും കണ്ടില്ല. രാത്രിയിൽ വാതിലുകൾ അടയ്ക്കാതെയാണ് 3 പേരും കിടന്നിരുന്നത്. രേണുകയുടെ മുറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പരസ്പരം കാണാവുന്ന വിധത്തിലായിരുന്നു വിക്രമാദിത്യനും ഭട്ടിയും തങ്ങളുടെ കട്ടിലുകൾ ക്രമീകരിച്ചിരുന്നത്. അതേസമയം മറ്റൊരിടത്ത് വിഷാദരോഗം പിടിപെട്ട് വലയുകയായിരുന്നു രേണുകയുടെ കാമുകനായ ദ്വാരപാലൻ. ഒരിക്കൽ അമ്മ അലക്കാനായി കൊണ്ടുവന്ന തുണികൾ എടുത്ത് വെക്കുന്നതിനിടെ പരിചിതമായൊരു ഗന്ധം അവന് അനുഭവപ്പെട്ടു. അത് ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൽ നിന്നാണ് എന്നവന് മനസ്സിലായി. അവൻ ആ വസ്ത്രമെടുത്ത് അമ്മയെ കാണിച്ചു. അമ്മേ, ഈ വസ്ത്രം ആരുടേതാണ്? അത് ഇവിടെ അടുത്തുള്ള ആ പൂട്ടിക്കിടന്ന കൊട്ടാരമില്ലേ, അവിടുത്തെ പുതിയ താമസക്കാരുടെയാണ്. അവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? ആരാണ് എന്നൊന്നും അറിയില്ല. തേജസ്വികളായ 2 കുമാരന്മാരും ഒരു യുവതിയും. വേറെ ഏതോ രാജ്യത്ത് നിന്നും വന്നതാണ് എന്ന് തോന്നുന്നു. അത് കേട്ട് ദ്വാരപാലന് സഹിക്കാനായില്ല. ഇടർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, അമ്മേ, ഈ വസ്ത്രം ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടേതാണ്. അവളെ നിർബന്ധപൂർവ്വം ആരോ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അവരായിരിക്കും അവിടെ ഉള്ളത്. എനിക്കവളെ മറക്കാനാവുന്നില്ല അമ്മേ. ആ വൃദ്ധ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ദ്വാരപാലന് ഒരു പ്രണയമുള്ളത് അവർക്കറിയില്ലായിരുന്നു. അവരവനെ ആശ്വസിപ്പിച്ചു. അയ്യോ മോനെ, നീ അത് മറക്കണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാവും? അവരാണെങ്കിൽ രാജാക്കന്മാരാണെന്നാ തോന്നുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ കൊന്നുകളയും നമ്മളെ. എനിക്കങ്ങനെ പറ്റുന്നില്ല അമ്മേ. ഈ വിവാഹം അവളുടെ ഇഷ്ടപ്രകാരമല്ല നടന്നത്. എൻ്റെ അവസ്ഥ അമ്മ കാണാത്തത് എന്താ? ഓരോ ദിവസവും വിരഹത്താൽ നീറി നീറി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അമ്മ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഈ വസ്ത്രം കൊടുക്കാൻ നേരത്ത് അവളോട് എന്നെപ്പറ്റി ഒന്ന് പറയണം. എന്നിട്ട് അവൾ എന്താണ് പറയുന്നത് എന്ന് നോക്കണം.
അവൾക്ക് സുഖമാണ് എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ദയവായി അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. ദ്വാരപാലൻ പറയുന്നത് കേട്ട് ആ വൃദ്ധ സ്ത്രീ ആകെ കുഴങ്ങി. മകന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ അവർ രേണുകയെ കാണാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് വിക്രമാദിത്യനും ഭട്ടിയും കോട്ടയിലില്ലാത്ത സമയം നോക്കി വൃദ്ധ അവിടെ എത്തി. അവർ രേണുകയെ കണ്ട് വസ്ത്രങ്ങൾ തിരിച്ചേൽപ്പിച്ചു. തിരികെ പോരാൻ നേരം അവരവളോട് പറഞ്ഞു, റാണി എന്നോട് പൊറുക്കണം, അവിടത്തോടൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അവർ പറയുന്നത് കേട്ട് രേണുക അവരെ നോക്കി. പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അടിയൻ ദ്വാരപാലൻ്റെ അമ്മയാണ്. അവന് അവിടുത്തെ അറിയാമെന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ മകന് റാണിയെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. അത് കേട്ടതോടെ രേണുക അവരോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്നെപ്പറ്റി എന്താണ് വിചാരിച്ചത്? അങ്ങനെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഇറങ്ങിച്ചെല്ലുന്ന ആളാണ് ഞാനെന്നോ? ഈ കോട്ടയിൽ എനിക്ക് കാവലായി 2 രാജാക്കന്മാരാണുള്ളത്. അവരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ തല കാണില്ല എന്ന് നിങ്ങളുടെ മകനോട് ചെന്ന് പറ. പട്ടാപ്പകൽ പരിചയമില്ലാത്ത വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ തള്ളേ നിങ്ങൾക്ക്? ഈ വഴിക്കേ വരരുതെന്ന് പറയണം നിങ്ങളുടെ മകനോട്. അത് കേട്ടതോടെ വൃദ്ധ ആകെ ഭയന്നുപോയി. അവരെത്രയും പെട്ടെന്ന് അവിടെ നിന്നും സ്ഥലം വിട്ടു. വീട്ടിലെത്തിയ വൃദ്ധ നടന്നതെല്ലാം ദ്വാരപാലനെ അറിയിച്ചു. എത്രയോ കാലമായി രേണുകയെ അറിയാവുന്ന ദ്വാരപാലന് അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ എളുപ്പം മനസ്സിലാക്കാനായി. അവൻ ചിന്തിച്ചു, എല്ലാ സൂചനകളും അവൾ ചൊരിഞ്ഞ ശകാരത്തിലുണ്ട്. താൻ ചെന്ന് വിളിച്ചാൽ ഇറങ്ങി വരാനുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ല. കോട്ടയിൽ അവൾക്ക് കാവലായി 2 രാജാക്കന്മാർ മാത്രമേ ഉള്ളൂ. അവരുടെ കണ്ണിൽപ്പെട്ടാൽ തല കാണില്ല. അതിനർത്ഥം അവരുടെ കണ്ണിൽപ്പെടാതെ വേണം ചെല്ലാൻ. പട്ടാപ്പകൽ പരിചയമില്ലാത്ത വീട്ടിൽ അപരിചിതനായ ഒരാളെ കണ്ടാൽ ചുറ്റുമുള്ളവർ സംശയിക്കും. അതിനാൽ രാത്രി ആരും കാണാതെ വേണം ചെല്ലാൻ. ഈ വഴിക്ക് വന്നേക്കരുത് എന്നതിനർത്ഥം അമ്മ വന്ന വഴിക്ക്, അതായത് നേർവഴിക്ക് വരരുത് എന്നാണ്. ദ്വാരപാലന് സന്തോഷമായി. അവൻ അന്ന് രാത്രി ആരും കാണാതെ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു. നേർവഴിയിലല്ലാതെ അവന് വേണ്ടി മറ്റൊരിടത്ത് ഒരു രഹസ്യവാതിലുണ്ടാവുമെന്ന് ദ്വാരപാലൻ ഉറപ്പായിരുന്നു. അവനത് കണ്ടെത്തി. രേണുക കിടന്നുറങ്ങുന്ന മുറിയിൽ അവളുടെ കട്ടിലിന് മുകളിലായി അവനെത്തി. പെട്ടെന്ന് രേണുക കണ്ണു തുറന്നു. അവൾ അവനെ കാണുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വരവ് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയാണ് അവൾ പെരുമാറിയത്. മുകളിൽ നിന്നും ഒരു കയർ താഴേക്കിട്ട് ദ്വാരപാലൻ അതിലൂടെ ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ വരാൻ അവനോട് അവൾ പറഞ്ഞു. പക്ഷേ അപ്രതീക്ഷിതമായി രേണുക വെള്ളം കുടിക്കാനായി വച്ചിരുന്ന പാത്രം തട്ടിമറിഞ്ഞ് നിലത്ത് വീണു. ശബ്ദമുണ്ടായതോടെ വിക്രമാദിത്യനും ഭട്ടിയും ഞെട്ടി എഴുന്നേറ്റു.